കോടനാട് പ്രദേശത്ത് കഴിഞ്ഞ 3 പതിറ്റാണ്ട് കാലമായി മതഭൗതിക സമന്വയ വിദ്യാഭ്യാസ രംഗത്ത് സുസ്ഥിരമായ സേവനം ചെയ്യുന്ന അനാഥ അഗതി വിദ്യാകേന്ദ്രമാണ് സിദ്ദിഖുൽ അക്ബർ ബനായത്ത് യതീംഖാന. അതിന്റെ 31ാം വാർഷികത്തിന്റെയും 4ാം സന്നദ്ധാന സമ്മേളനത്തിന്റെയും സമാപനം പ്രൗഢിയായി സമാപിച്ചു. ഫളീല പഠനം പൂർത്തിയാക്കിയ 35 യുവ പണ്ഡിതർക്ക് സന്നദ്ധാനം നടത്തി. പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ അധ്യക്ഷനായി. സമസ്ത പ്രസിഡന്റ് സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു. അൻവർ മുഹീദ്ദീൻ ഹുദവി ആലുവ മുഖ്യപ്രഭാഷണം നടത്തി. പ്രാർത്ഥനാ സദസ്സിനെ സമസ്ത മുഷാവറ അംഗം ഇസ്മായിൽ മുസ്ലിയാർ കുമരനെല്ലൂർ നേതൃത്വം നൽകി. അബ്ദുൽ ഖാദർ ഫൈസി തലക്കശ്ശേരി സന്നദ്ധാന പ്രഭാഷണം നിർവഹിച്ചു. ഹൈദർ അലി ശിഹാബ് തങ്ങൾ സ്മാരകം 3ാമത് ഫള്ള അവാർഡ് AV ചേറുക്കുട്ടി ഹാജി കൂറ്റനാടിനെ ഹമീദ് അലി ശിഹാബ് തങ്ങൾ നൽകി. ഫാളിലയിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയ ഫാത്തിമ സഹദിയ പൂക്കരത്തറയ്ക്ക് TM മൊയ്തുണ്ണി മാസ്റ്റർ സ്മാരക അവാർഡും ഫളീലയിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയ നിദ ഫാത്തിമ വിളത്തൂരിന് MV ഉണ്ണീസ് ഹാജി സ്മാരക അവാർഡും നൽകി. സമ്മേളനത്തിൽ GM സലാഹുദ്ദീൻ ഫൈസി വല്ലപ്പുഴ, MV ആദംകുട്ടി ഹാജി, ബക്കർ ഹാജി തട്ടത്താഴത്ത്, AV ഹൈദ്രു കൂറ്റനാട്, കാട്ടാത്തേതിൽ അലി ഹാജി കോടനാട്, മാളിയേക്കൽ ബാവ ഹാജി കരിമ്പ, അബ്ബാസ് മലാഹിരി, അനീഫ് ബാഗവി, സലാം ഹാജി, UP ഹൈദ്രോസ്, PK ഹൈദർ അലി സഅദി, നാസർ കാളമ്പാറ, കുഞ്ഞാപ്പ ഹാജി, PY കുഞ്ഞിമോൻ, ഹാജി കോതച്ചിറ, മുഹമ്മദ് അലി TM ബാവ ഹാജി, PV അബ്ദുൽ ഖാദർ, CV അലി, MV അബ്ദുൾ റഷീദ്, T അബ്ദുൾ റഷീദ്, CV കുഞ്ഞു മുഹമ്മദ്, നവാഹ് തൃത്താല തട്ടത്താഴത്ത്, ഉമ്മർ ഹാജി, TA ഷബീർ ഷാലിമാർ, MN കുഞ്ഞാലു ഹാജി തൃത്താല, PV ബക്കർ മേഴത്തൂർ, നാസർ CV, ലത്തീഫ് ഹാജി പെരുമണ്ണൂർ, ഉബൈദ് ആലൂർ എന്നിവർ സംബന്ധിച്ചു. നമ്മുടെ പെൺകുട്ടികൾ അവർ ധാർമ്മികമായി വിദ്യ അഭ്യസിച്ച് നാട്ടിനും കുടുംബത്തിലേക്കൊക്കെ ഉപകാരപ്രദമാവുന്ന വനിതകളായി കൊണ്ടിട്ട് അവരെ വാർത്തുവിടാൻ നമുക്ക് സാധിച്ചു. അവർക്കതിനുള്ളൊരു അംഗീകാര പത്രം നൽകപ്പെടുന്ന ഒരു സദസ്സാണ്. അതുകൊണ്ടാണ് ഇത് വളരെ പുണ്യമായ ഒരു സദസ്സാണെന്ന് പറയുന്നത്. വിശുദ്ധ ശരീഅത്ത് അത് ഒരിക്കലും സ്ത്രീ വിദ്യാഭ്യാസത്തെ നിരുത്സാഹപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ടാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയും അതിൻ്റെ മുൻകഴിഞ്ഞ നേതാക്കന്മാരൊക്കെ സ്ത്രീ വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിച്ചു. എങ്ങനെ പ്രോത്സാഹിപ്പിച്ചു എന്ന് ചോദിച്ചാൽ, വിശുദ്ധ ശരീഅത്ത് അതിന് കൽപ്പിക്കുന്നതായ മാനദണ്ഡങ്ങൾ, അതിൻ്റെ നിബന്ധനകളൊക്കെ പൂർണ്ണമായി പരിഗണിച്ചുകൊണ്ടാവണം. സഹാബിയാത്താവുന്ന ബീവിമാരിലെ പല പണ്ഡിതങ്ങളുണ്ടായിരുന്നു.